പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റ വിനേഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. പോലീസിന് വിനേഷ് മൊഴി നൽകി. സംഭാഷണത്തിൽ അല്പം കൂടി വ്യക്തത വന്നാൽ വീണ്ടും മൊഴിയെടുക്കും. അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ ശരിവെക്കുന്നതാണ് വിനേഷിന്റെ മൊഴി. സാജിദ് അജ്മൽ ഇതിന് വിശദാംശങ്ങൾ നൽകും. സാജിദ്, വിനേഷിന് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിരുന്നു എന്നതാണ് നേരത്തെ ലഭിച്ചിരുന്ന വിവരം. ഇപ്പോൾ വിനേഷിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. അങ്ങനെ വിനേഷിന് സംസാരിക്കാൻ കഴിയുന്നത് ഈ അന്വേഷണത്തിന്റെ ഗതിയിൽ എത്ര വലിയ വഴിത്തിരിവായിട്ടുണ്ട്? എങ്ങനെയാണ് തുടർ നീക്കങ്ങൾ അന്വേഷണം? സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ വിനേഷിന്റെ ആരോഗ്യ നിലയിൽ ഡോക്ടർമാർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പുരോഗതിയാണ് ഉള്ളത്. അദ്ദേഹം രക്ഷപ്പെട്ടാൽ തന്നെ ഈ കോമയിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക ഡോക്ടർമാർ പങ്കുവച്ചിരുന്നു. പക്ഷെ ഈ ആരോഗ്യ നിലയിൽ വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ട്. ചെറിയ രീതിയിൽ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രാഥമികമായ ഒരു മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഈ പോലീസിന് നേരത്തെ ലഭ്യമായ വിവരങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴിയാണ്. ഈ സംസാരത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. അതിനുശേഷം ഈ ഡോക്ടർമാരുടെ നിർദ്ദേശം കൂടി ലഭിച്ചാൽ വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കേസിൽ ഡിവൈഎഫ്ഐ നേതാക്കളായ 3 പേരും ഇതുകൂടാതെ മറ്റൊരാളും, അങ്ങനെ 4 പേരാണ് ഇപ്പോൾ റിമാൻഡിൽ ഉള്ളത്. ഇനി രാകേഷ്, അതായത് ഡിവൈഎഫ്ഐന്റെ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലാവാനുണ്ട്. ഇവർക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.